ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധമായ ഷഅബാൻ മാസം നമുക്ക് സമാഗതമാകാൻ ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ഷഅബാൻ മാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരീകരിക്കപ്പെട്ട ധാരാളം വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ വാചകം. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹ് മുസ്ലിമിൽ വന്ന ഒരു ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത്ത് ലം അറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സായിമം മിൻ ഷഹ്റിൻ ഖത്ത് അക്സറു മിൻ സിയാമിഹി മിൻ ഷഅബാൻ കാന യസൂമു ഷഅബാൻ കുല്ലഹു കാന യസൂം ഷഅബാൻ ഇല്ലാ ഖലീലൻ. അതായത് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓഫ് കോഴ്സ് റമദാൻ മാസത്തിന് അല്ലാത്ത മറ്റ് മാസങ്ങളിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും ഒരു മാസം ഏറ്റവും കൂടുതൽ പ്രവാചകൻ നോമ്പ് അനുഷ്ഠിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് അത് ഷഅബാൻ മാസത്തിലാണ്. കാന യസൂമു ഷഅബാൻ കുല്ലഹു, മിക്കവാറും ഷഅബാൻ മാസം പൂർണ്ണമായിട്ടോ, ഔ കാന യസൂമു ഷഅബാൻ ഇല്ലാ ഖലീലൻ, കുറഞ്ഞ ദിവസങ്ങൾ ഒഴിച്ച് മിക്കവാറും ഷഅബാൻ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുന്നത് ആണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഈ ഹദീസിനെ ബലപ്പെടുത്തുന്ന മറ്റൊരു വചനം ഉസാമത്ത് ബിനു സൈദ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഖാല, അദ്ദേഹം പറയാണ്, ഖുൽതു, അദ്ദേഹം ചോദിച്ചു, ഞാൻ ചോദിച്ചു എന്ന് അദ്ദേഹം പറയാണ്, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ലം അറാക തസൂമു ഷഹ്റൻ മിന ശുഹൂരി മാ തസൂമു മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന അത്ര മറ്റൊരു മാസത്തിൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ദാക ഷഹ്റുൻ യഗ്ഫലുൻ നാസു അൻഹു, കാരണം ആ മാസം അത് ജനങ്ങൾ ആ മാസത്തെക്കുറിച്ച് അശ്രദ്ധരാകുന്ന ഒരു മാസമാണ്. ബൈന റജബിൻ വ റമദാൻ, റജബിനും റമദാനിനുമിടയിൽ ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന ഒരു മാസമാണ് ഷഅബാൻ. വഹുവ ഷഹ്റുൻ, ആ മാസത്തിൻ്റെ പ്രത്യേകത തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലാ റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ നാഥനിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു മാസമാണത്. ഫ ഉഹിബ്ബു അൻ യുർഫഅ അമലി വ അന സായിം, ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു. വ അന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ. ഇത് നസായി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഹസനായിട്ടുള്ള ഒരു ഹദീസാണ്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഊന്നൽ നൽകുന്ന ഒരു സംഗതി, റജബിനും ഷഅബാനും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന ഒരു സന്ദർഭത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ആ മാസത്തിൽ ഞാനൊരു നോമ്പുകാരനായിക്കൊണ്ട് എൻ്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൻ്റെ സാരം. സാധാരണഗതിയിൽ പറയപ്പെടാറുണ്ട്, പ്രവാചകനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പല വചനങ്ങളിലും പറയപ്പെടാറുണ്ട്, ഓരോ വർഷത്തിലെയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്ന ഒരു സമയമാണ് ഷഅബാൻ മാസം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വാർഷിക റിപ്പോർട്ട്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു വാർഷിക റിപ്പോർട്ട് അള്ളാഹുവിന് സമർപ്പിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഷഅബാൻ. അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് സമർപ്പിക്കപ്പെടുന്നുണ്ട്. അത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. അതുപോലെ തന്നെ ഓരോ ദിവസവും, ഓരോ രാത്രിയും പകലും നമ്മുടെ പ്രവർത്തനങ്ങൾ സമർപ്പിക്കപ്പെടുന്നുണ്ട്. രാത്രിയിലെ പ്രവർത്തനങ്ങളുടെ ഫലം രാത്രിയുടെ അന്ത്യയാമത്തിലും പകലിലെ പ്രവർത്തനങ്ങളുടെ ആ റിപ്പോർട്ട് പകലിൻ്റെ അവസാനത്തിലുമാണ് അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുക എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഹദീസുകളിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട പാഠം, രണ്ട് പാഠങ്ങൾ. ഒന്ന്, നമ്മൾ മറ്റുള്ളവർ അശ്രദ്ധയിലായി പോകുന്ന സമയത്ത് നമ്മൾ ഇബാദത്ത് എടുക്കുന്നതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നതാണ് ഒരു പാഠം. അതായത് ജനങ്ങളൊക്കെ ആഘോഷത്തിലും ആഹ്ലാദത്തിലും അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ചുള്ള അശ്രദ്ധയിലുമായി കഴിയാൻ സാധ്യതയുള്ള ഒരു സമയത്ത് നമ്മൾ അള്ളാഹുവിനെ
വിളിച്ച് പ്രാർത്ഥിക്കുകയും അവൻ ഇബാദത്ത് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിന് പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്നു എന്നതാണ് ഒരു ആശയം. രണ്ടാമത്തെ പാഠം എന്ന് പറയുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന സന്ദർഭത്തിൽ അപ്പോൾ നാം നോമ്പുകാരനായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിങ്കൽ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് എന്നർത്ഥം. മറ്റൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അവർ പറയണം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഖാലത്ത് ലം യകുനിൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ഷഹ്റൻ അക്സറ മിൻ ഷഅബാൻ. നേരത്തെ പറഞ്ഞ അതേ ആശയത്തിലാണ്. ഷഅബാനേക്കാൾ കൂടുതൽ മറ്റൊരു മാസം നോമ്പനുഷ്ഠിക്കുക എന്നത് പ്രവാചകൻ്റെ പതിവായിരുന്നില്ല. ഫഇന്നഹു കാന യസൂമു ഷഅബാൻ കുല്ലഹു, മിക്കവാറും മുഴുവൻ മാസവും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വകാന യഖൂലു, എന്നിട്ട് പ്രവാചകൻ പറയുമായിരുന്നു. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുദൂ മിനൽ അമലി മാ തുതീഖൂൻ, നിങ്ങൾക്ക് കഴിയുന്ന അത്ര പ്രവർത്തനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. കഴിയുന്നത്ര, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് അത് നിങ്ങളുടെ മേൽ ഏത് സാഹചര്യത്തിലും നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവം പ്രവാചകൻ ഉണ്ടായിരുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ ചെയ്യുക എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഫഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുക്കുന്നത് വരെ അള്ളാഹുവിന് മടുക്കൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സംഗതി നമ്മൾ ചെയ്തിട്ട് അത് മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തരുത്. അപ്പോൾ നോമ്പ് തന്നെ എടുത്തിട്ട് പിന്നെ നോമ്പിനോട് തന്നെ നമുക്കൊരു വെറുപ്പ് തോന്നുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കരുത്. ആരാധനാ കർമ്മങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനെക്കുറിച്ചാണ് ഈ പൊതു പാഠം പ്രവാചകൻ പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ എടുക്കുക, അള്ളാഹുവിന് മടുക്കില്ല, നിങ്ങൾക്ക് മടുക്കുവോളം. വഹബ്ബു സ്വലാത്തി ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദൂവിമ അലൈഹി വ ഇൻ ഖല്ലത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം എന്ന് വെച്ചാൽ സ്ഥിരമായി ചെയ്യുന്ന സംഗതികളാണ്. അത് എത്ര കുറഞ്ഞതാണെങ്കിലും സ്ഥിരമായി ചെയ്യാൻ പറ്റുമോ അതാണ് പ്രവാചകന് ഇഷ്ടമുള്ള ഒരു സംഗതി. വക്കാന ഇദാ സല്ലാ സലാത്തൻ ദാവമാലൈഹ, ഏതെങ്കിലും ഒരു നമസ്കാരം പ്രവാചകൻ ശീലമാക്കി കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പതിവ് പ്രവാചകനുണ്ടായിരുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇനി മറ്റൊരു ഹദീസ്, ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാലൻ നബിയു ലി റജുലിൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ആളോട് പറയാണ്, ഹൽ സുംത മിൻ സററി ഹാദ ഷഹ്രി ഷൈഅൻ, അതായത് ഷഅബാൻ മാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് റസൂൽ ചോദിക്കണം, ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു നോമ്പ് നീ നോറ്റോ, യാനി ഷഅബാൻ? ഖാലല്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല റസൂലെ. ഖാല, അപ്പോൾ പ്രവാചകൻ അയാളോട് പറയുന്നു, ഫഖാല ലഹു ഇദാ അഫ്തർത റമദാൻ ഫസും യൗമൻ ഔ യൗമൈൻ, റമദാനിൽ നോമ്പ് വീട്ടിക്കഴിഞ്ഞാൽ നീ ഈ ഷഅബാൻ മാസത്തിൽ 1-2 ദിവസമെങ്കിലും നോമ്പ് അനുഷ്ഠിക്കണം എന്ന് ആ മനുഷ്യനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഇതും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇനി അബീ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, സഅൽതു ആയിഷത റളിയല്ലാഹു അൻഹ അൻ സിയാമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹയോട് ഞാൻ പ്രവാചകൻ്റെ നോമ്പിനെ കുറിച്ച് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, കാന യസൂമു ഹത്താ നഖൂല ഖദ് സാം, അത് പൊതുവേ ഉള്ള ഒരു നോമ്പിനെ കുറിച്ചാണ് ആ ചോദിച്ചത്. അപ്പോൾ പറയാണ്, റസൂല് ചിലപ്പോഴൊക്കെ നോമ്പ് അനുഷ്ഠിക്കും, ഞങ്ങൾ വിചാരിക്കും റസൂല് നോമ്പ് തന്നെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വയുഫ്തിറു, ചിലപ്പോഴൊക്കെ നോമ്പ് വിടും, ഹത്താ നഖൂലു ഖദ് അഫ്തർ, അപ്പോൾ അത്രത്തോളം വെച്ചാൽ ഞങ്ങൾ പറയും ഇനി നോമ്പ് അനുഷ്ഠിക്കുകയേ ഇല്ല പ്രവാചകൻ എന്ന് വിചാരിക്കും. അതായത് ചിലപ്പോൾ തുടർച്ചയായിട്ട് നോമ്പ് കുറേ അനുഷ്ഠിക്കും, ചിലപ്പോൾ തുടർച്ചയായിട്ട് കുറേ നോമ്പ് വിടും. റമദാൻ അല്ലാത്ത മറ്റ് മാസങ്ങളെക്കുറിച്ചാണ്. എന്നിട്ട് ഷഅബാനെ കുറിച്ച് പ്രത്യേകമായി പറയുന്നത്, വലം അറാഹു സായിമം മിൻ ഷഹരിൻ ഖത്തുൻ അക്സറു മിൻ സിയാമിഹി മിൻ ഷഅബാൻ, ഷഅബാൻ മാസത്തേക്കാൾ കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു മാസം പ്രവാചകൻ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഞാൻ തീരെ കണ്ടിട്ടില്ല. കാന യസൂമു ഷഅബാന കുല്ലഹു കാന യസൂമു ഷഅബാൻ ഇല്ലാ ഖലീലൻ, ഒന്നുകിൽ മുഴുവനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാത്രം, ചില ദിവസങ്ങളിൽ മാത്രം വിട്ടിട്ട് ഷഅബാനിൽ നോമ്പനുഷ്ഠിക്കുന്നതാണ് ഞാൻ കണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. ഈ ഹദീസുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് ഇബ്നു റജബ് റഹിമഹുല്ലാ അദ്ദേഹം പറയാണ്, സിയാമു ഷഅബാൻ അഫ്ളലു മിൻ സിയാമിൽ അഷ്ഹുരിൽ ഹുറും, ഷഅബാനിലെ നോമ്പ് മറ്റ് വിശുദ്ധമായ മാസങ്ങളുടെ നോമ്പിനേക്കാൾ പ്രത്യേകതയുള്ളതാണ്, ശ്രേഷ്ഠതയുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ, അഫ്ളലു തതവ്വുഇ മാ കാന ഖരീബു മിൻ റമദാനി ഖബ്ലഹു വ ബഅദഹു, ഈ ഷഅബാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് റമദാനിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മാസമാണ്. അപ്പോൾ റമദാനിനോട് അടുത്ത് നിൽക്കുന്ന മാസമായതുകൊണ്ട് ആ
കർമ്മത്തിന് ആ നോമ്പിന് പ്രത്യേകമായ ഒരു ഫളിൽ ഉണ്ട് എന്നർത്ഥം. അതേതുപോലെ എന്ന് വെച്ചാൽ വതകൂനു മൻസിലത്തുഹു മിന സിയാമി ബി മൻസിലത്തി സുനനി റവാത്തിബി മഅൽ ഫറായിലി ഖബ്ലഹ വ ബഅദഹ വഹിയ തക്മിലത്തുൻ ലി നഖ്സിൽ ഫറായിൽ. അതായത് ഈ ഷഅബാനിലെ നോമ്പ് പ്രത്യേകിച്ച് പ്രാധാന്യം അർഹിക്കുന്നതിൻ്റെ ഒരു കാരണം അത് സുന്നത്തുകൾ, അതായത് റവാത്തിബ് സുന്നത്ത്, ഫർള് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് സുന്നത്തുകളുടെ അതേ സ്ഥാനത്താണ് ഈ ഷഅബാനിലെ നോമ്പ് വരുന്നത്. കാരണം ആ ഫർളുകളിൽ എന്തെങ്കിലും ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ, അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ഈ സുന്നത്ത്, റവാത്തിബായ സുന്നത്ത് നമസ്കാരങ്ങൾ. അതുപോലെയാണ് റമദാൻ മാസത്തിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഷഅബാനിൽ നോമ്പനുഷ്ഠിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. അപ്പം അതുകൊണ്ട് സുന്നത്തുകളുടെ, റവാത്തിബ് സുന്നത്തിൻ്റെ ഒരു സ്ഥാനത്താണ് ഈ നോമ്പ് എന്നതാണ് മറ്റൊരു സംഗതി. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും നോമ്പ് ആളുകൾക്ക് പിടിച്ചു വീട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അത് ഈ ഷഅബാനിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. എന്ന് മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹ അങ്ങനെ ആളുകളെ പ്രേരിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും നോമ്പുകൾ ബാക്കിയുണ്ടെങ്കിൽ അത് ഈ ഷഅബാൻ മാസത്തിൽ പിടിച്ചു വീട്ടിക്കോളൂ. കാരണം പിന്നത്തെ ഒരു വർഷത്തേക്ക് അത് മാറ്റിവെക്കാൻ, ഇനിയും റമദാൻ കഴിഞ്ഞിട്ട് പിന്നെയും, കാരണം അടുത്ത റമദാനിൽ പൂർണ്ണമായിട്ടും നോമ്പ് അനുഷ്ഠിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്ന് ആർക്കും അറിയില്ല. അങ്ങനെ അറിയാത്ത സ്ഥിതിക്ക് നമ്മളത് പിന്നത്തേക്ക് ബാക്കി വെക്കാതെ ഈ ഷഅബാൻ മാസത്തിൽ തന്നെ അത് പിടിച്ചു വീട്ടുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. അതായത് ഷഅബാൻ പകുതിക്ക് ചില ആളുകൾ പലതും ആഘോഷിക്കുന്നതും അന്ന് പ്രത്യേകമായി നോമ്പെടുക്കുന്നതും കാണാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നോമ്പ് സുന്നത്തില്ല. ഷഅബാൻ പകുതിക്കൊരു നോമ്പ് സുന്നത്തില്ല. അതേസമയം ഒരാൾ എല്ലാ അറബി മാസവും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കുമ്പോൾ ആ ഷഅബാൻ പകുതി ആ തിങ്കളോ വ്യാഴമോ വരികയാണെങ്കിൽ ആ നോമ്പ് അയാൾക്കെടുക്കാം. അയാൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഷഅബാൻ പകുതിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ഒരേ ഒരു ഹദീസ് എന്ന് പറയുന്നത്, അന്ന് രാത്രി, ഈ നിസ്ഫ് ഷഅബാൻ്റെ അന്ന് രാത്രി അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളിലേക്ക് നോക്കും. എന്നിട്ട് മുശ്രിക്കും മുഷാഹിനും ആയിട്ടുള്ള ആളുകൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കും. മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആൾ. മുഷാഹിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം ശത്രുത വച്ചു പുലർത്തുന്ന ആളുകൾ, പരസ്പരം വിദ്വേഷവും ഒക്കെ വച്ചു പുലർത്തുന്ന ആളുകൾ. അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊരു സംഗതി ഷഅബാനിൽ ശ്രദ്ധിക്കേണ്ടത്, ഷഅബാനിൻ്റെ അവസാനത്തെ 2 ദിവസങ്ങളിൽ, റമദാനോട് ചേർന്ന് വരുന്ന അവസാനത്തെ 2 ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഉത്തമമല്ല, അതൊഴിവാക്കുന്നതാണ് നല്ലത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ ഷഅബാനെ കുറിച്ച് ഒരു കാര്യം കൂടി, ഹുവ ഷഹറുൽ ഖുറാ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അത് ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ മാസമാണ്. കാരണം റമദാനിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിക്കൊണ്ട് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക എന്നതും ഷഅബാനിൻ്റെ മഹത്വത്തിൽപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏറ്റവും ഭംഗിയായി, അതിൻ്റെ പ്രതിഫലം നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ രൂപത്തിൽ അത് ചെയ്തുകൊണ്ട് പൂർണ്ണമായും അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.